മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് കോട്ടയിലെ ഛത്രപതി ശിവജിയുടെ പ്രതിമ തകർന്നതിൽ കേസെടുത്ത പോലീസ്. കരാറുകാരൻ ജയ്ദീപ് ആപ്തയ്ക്കും സ്ട്രക്ചറൽ കൺസൾട്ടന്റ് ചേതൻ പാട്ടീലിനുമെതിരെയാണ് കേസ്. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീനാഥ് ചന്ദ്രൻ, വിവരങ്ങൾ. SKN വെരി ഗുഡ് മോർണിംഗ്. മഹാരാഷ്ട്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഛത്രപതി ശിവാജി എന്നത് അവരുടെ ആരാധ്യ പുരുഷനാണ്. ദൈവതുല്യമായി അവർ കാണുന്നയാളാണ്. അത്തരമൊരു ആളുടെ പ്രതിമയാണ് ഈ വിധം തകർന്ന് വീഴുന്നത്. ഇക്കഴിഞ്ഞ ഡിസംബർ 4-ാം തീയതി, അതായത് നേവി ഡേ ആണ്. രാജ്യത്ത് വലിയ നേവി ഉണ്ടായിരുന്ന, നാവികസേന ഉണ്ടായിരുന്ന രാജാവാണ് ഛത്രപതി ശിവാജി എന്നറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു 35 അടി ഉയരമുള്ള ഒരു വമ്പൻ കൂറ്റൻ വെങ്കല പ്രതിമ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അനാച്ഛാദനം ചെയ്തത്. ആ പ്രതിമയാണ് ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ ശക്തമായൊരു കാറ്റ് വീശി എന്നൊരു കാരണം പറഞ്ഞുകൊണ്ട് അതിങ്ങനെ നിലത്ത് വീട് കിടക്കുന്നത്. ആ കാഴ്ച തന്നെ മഹാരാഷ്ട്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ അമർഷമുണ്ടാക്കുന്നതാണ്. അതിൻ്റെ ചില പ്രതികരണങ്ങൾ ഇന്നലെ ഈ പ്രതിമ സ്ഥാപിച്ച സിന്ധുദുർഗിലുള്ള PWD ഓഫീസിൽ കണ്ടതാണ്. അവിടെ കയറി അവിടെ ഉള്ള ഓഫീസ് ആക്രമിക്കുന്ന അടക്കം കാഴ്ചകൾ കണ്ടതാണ്. ഏതായാലും ഇപ്പോൾ സർക്കാർ ഇതിൻ്റെ ഒരു കോൺട്രാക്ടർമാരെ, ഒരു കോൺട്രാക്ടറെയും ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിനെയും എതിരെ കേസെടുത്തുകൊണ്ട് ഇപ്പോൾ ഒരു മോശം പ്രതിച്ഛായ മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതേസമയം പ്രതിപക്ഷം ഈ എഞ്ചിനീയറുടെയും ഒക്കെ പശ്ചാത്തലം പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വരുന്നുണ്ട്. കാരണം ഈ രണ്ടുപേരും ഥാനയിൽ നിന്നുള്ള ആളുകളാണ്. അതായത് ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയുടെ നാട്ടുകാരാണ്. ഇവർക്ക് കോൺട്രാക്ട് നൽകിയതിൽ പോലും അഴിമതിയുണ്ട് എന്നൊരു ആരോപണമാണ് നടത്തുന്നത്. നേവിയും ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്.